വചനവയൽ ഒരുക്കുന്ന 2026 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം യൂത്ത് 1 മുതൽ 4 വരെയും സഭാപ്രസംഗകൻ 1 മുതൽ 6 വരെയും വിശുദ്ധ യോഹന്നാൻ 1 മുതൽ 12 വരെയും ഗലാത്യ 1 മുതൽ 6 വരെയും 1 സാമുവേൽ 1 മുതൽ 7 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്. ഇന്നത്തെ പഠനഭാഗത്തിലെ 1-ാം ചോദ്യം: ഈ കിണർ നൽകിയയാൾ ആര്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യാക്കോബ്. ക്വസ്റ്റ്യൻ നമ്പർ 2: യേശു തന്റെ ഭക്ഷണം എന്താണെന്ന് പറഞ്ഞു? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പിതാവിന്റെ ഇഷ്ടം പ്രവർത്തിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 3: ഗലാത്യ 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ എന്നോടുകൂടെ എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പൗലോസ്ലീഹ. ക്വസ്റ്റ്യൻ നമ്പർ 4: കലവറക്കാരൻ വീഞ്ഞ് രുചിച്ചപ്പോൾ അതിന്റെ ഉറവിടം ആരാണ് അറിഞ്ഞിരുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പരിചാരകർ. ക്വസ്റ്റ്യൻ നമ്പർ 5: ആരൊക്കെ മുഖേനയാണ് താൻ അപ്പസ്തോലനായിരിക്കുന്നത് എന്നാണ് പറയുന്നത്? ഗലാത്യ 1-ാം അധ്യായം 1-ാം വാക്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പിതാവും യേശുക്രിസ്തുവും. ക്വസ്റ്റ്യൻ നമ്പർ 6: റബ്ബി, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിന്റെ രാജാവാണ്. ഇതാരാണ് യേശുവിനോട് പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നഥാനയേൽ. ക്വസ്റ്റ്യൻ നമ്പർ 7: പുത്രനിൽ വിശ്വസിക്കുന്നവന് എന്ത് ലഭിക്കുന്നു? വിശുദ്ധ യോഹന്നാൻ 3-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, നിത്യജീവൻ. ക്വസ്റ്റ്യൻ നമ്പർ 8: യേശു സമരിയക്കാരോടൊപ്പം എത്ര ദിവസം വസിച്ചു? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 2 ദിവസം. ക്വസ്റ്റ്യൻ നമ്പർ 9: യേശു കാനായിൽ ചെയ്ത അത്ഭുതം അവന്റെ അടയാളങ്ങളിൽ ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, 1-ാമത്തേത്. ക്വസ്റ്റ്യൻ നമ്പർ 10: 3-ാം ദിവസം വിവാഹ വിരുന്ന് നടന്ന സ്ഥലം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കാന. ക്വസ്റ്റ്യൻ നമ്പർ 11: യൂദയായിലുള്ള ക്രിസ്തുവിന്റെ ആര് അപ്പോഴും എന്നെ നേരിട്ട് അറിഞ്ഞിരുന്നില്ല? ഗലാത്യ 1-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സഭകൾ. ക്വസ്റ്റ്യൻ നമ്പർ 12: പിറ്റേ ദിവസം അവൻ ഗലീലയിലേക്ക് പോകാനൊരുങ്ങി. ആര്? വിശുദ്ധ യോഹന്നാൻ 1-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 13: അവൾ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് മരുമക്കളോടുകൂടെ പുറപ്പെട്ടു. യൂദയായിലേക്കുള്ള ഡാഷ് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വഴിയിലെത്തി. ക്വസ്റ്റ്യൻ നമ്പർ 14: യാക്കോബ് വയൽ കൊടുത്തത് എവിടെയായിരുന്നു? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം
ഓപ്ഷൻ ബി സിക്കാറിനടുത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 15. എന്ത് ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ? എന്തെന്നാൽ നമുക്ക് മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം വിളവെടുക്കാം. ഗലാത്യ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ നന്മ. ക്വസ്റ്റ്യൻ നമ്പർ 16. തിന്മ പ്രവർത്തിക്കുന്നവർ എന്തിനെ വെറുക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി പ്രകാശത്തെ. ക്വസ്റ്റ്യൻ നമ്പർ 17. ഞാൻ പോയി എന്നെ അനുവദിക്കുന്നവരുടെ ഡാഷ് കാലാ പെറുക്കട്ടെ എന്ന് മൊവാബിയയായ റൂത്ത് നവോമിയോട് ചോദിച്ചു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി വയലിൽ. ക്വസ്റ്റ്യൻ നമ്പർ 18. ദൈവം തന്റെ പുത്രനെ ഏതുദ്ദേശത്താൽ ലോകത്തിലേക്ക് അയച്ചുവെന്ന് പറയുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ലോകം രക്ഷ പ്രാപിക്കാനായി. ക്വസ്റ്റ്യൻ നമ്പർ 19. ഗ്രാമങ്ങളിൽ നിന്ന് വളരെ പേർ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നതിനായി ഏത് തിരുനാളിന് മുൻപാണ് ജെറുസലേമിലേക്ക് പോയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി പെസഹ. ക്വസ്റ്റ്യൻ നമ്പർ 20. കർത്താവിന്റെ സഹോദരനായ ആരെയല്ലാതെ അപ്പസ്തോലന്മാരിൽ മറ്റാരെയും ഞാൻ കണ്ടില്ല. ഗലാത്യ 1-ാം അധ്യായത്തിൽ ശ്ലീഹ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി യാക്കോബിനെ. ക്വസ്റ്റ്യൻ നമ്പർ 21. വിശ്വാസം നീതിയായി പരിഗണിക്കപ്പെട്ടു. ആരെക്കുറിച്ചാണ് ശ്ലീഹ ഇപ്രകാരം പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി അബ്രാഹം. ക്വസ്റ്റ്യൻ നമ്പർ 22. നഥാനയേൽ എവിടെയായിരുന്നു ഇരുന്നത് എന്ന് യേശു പറഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി അത്തിമരത്തിന്റെ ചോട്ടിൽ. ക്വസ്റ്റ്യൻ നമ്പർ 23. മകളെ, സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുക എൻ്റെ കടമയല്ലേ? നവോമി ഇത് പറഞ്ഞത് ആരോടാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ റൂത്തിനോട്. ക്വസ്റ്റ്യൻ നമ്പർ 24. ആളുകൾ അവനെപ്പറ്റി രഹസ്യമായി പലതും പറഞ്ഞിരുന്നു. അവനൊരു നല്ല മനുഷ്യനാണ് എന്ന് ചിലർ പറഞ്ഞു. അല്ല, അവൻ ഡാഷ് വഴിപിഴപ്പിക്കുന്നു എന്ന് മറ്റു ചിലരും. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ജനങ്ങളെ. ക്വസ്റ്റ്യൻ നമ്പർ 25. സ്ത്രീ കുടം വെച്ചിട്ട് എവിടേക്കാണ് പോയത്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി വീട്ടിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 26. എൽക്കാനയ്ക്ക് എത്ര ഭാര്യമാരുണ്ടായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ 2. ക്വസ്റ്റ്യൻ നമ്പർ 27. യഹൂദർ യേശുവിനോട് ചോദിച്ചപ്പോൾ യേശു എത്ര ദിവസത്തിനകം ദേവാലയം പുനരുദ്ധരിക്കുമെന്ന് പറഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 3 ദിവസം. ക്വസ്റ്റ്യൻ നമ്പർ 28. ഫരിസേയർ കേട്ടത് എവിടെ നിന്നാണ് യേശു കൂടുതൽ ശിഷ്യരെ ശിഷ്യപ്പെടുത്തുന്നു എന്ന്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി യൂദയായിൽ. ക്വസ്റ്റ്യൻ നമ്പർ 29. യഹൂദർ യേശുവിനോട് അടയാളം ചോദിച്ചത് എവിടെയായിരുന്നു? യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ യെരുശലേം ദേവാലയത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 30. ജനങ്ങൾ യേശുവിനെ പിന്തുടർന്നത് എന്തുകൊണ്ടാണ്? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി രോഗികളിൽ ചെയ്ത അടയാളങ്ങൾ കണ്ടതിനാൽ. ക്വസ്റ്റ്യൻ നമ്പർ 31.
ഫിലിസ്ത്യർ ദൈവത്തിന്റെ പേടകം എവിടെ സ്ഥാപിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ദാഗോന്റെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് സമീപം. ക്വസ്റ്റ്യൻ നമ്പർ 32. ആ വെളിച്ചം എവിടെയാണ് പ്രകാശിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഇരുളിൽ. ക്വസ്റ്റ്യൻ നമ്പർ 33. യേശുവിന്റെ പേര് പരാമർശിക്കപ്പെടുന്ന ആദ്യ വാക്യം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യോഹന്നാൻ 1:17 ക്വസ്റ്റ്യൻ നമ്പർ 34. മനുഷ്യപുത്രനായതിനാൽ വിധിക്കാനുള്ള അധികാരം അവന് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞത് ആര്? യോഹന്നാൻ 5 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 35. അജകവാടത്തിനടുത്ത് ഏത് കുളമുണ്ടായിരുന്നു? യോഹന്നാൻ 5 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ബേത്സൈദ. ക്വസ്റ്റ്യൻ നമ്പർ 36. ബോവാസ് ഡാഷ് ചെന്നു. അപ്പോൾ മുൻപ് പറഞ്ഞ ബന്ധു അവിടെ വന്നു. ബോവാസ് അവനോട് പറഞ്ഞു, സ്നേഹിത, ഇവിടെ വന്ന് അല്പനേരം ഇരിക്കൂ. അവൻ അങ്ങനെ ചെയ്തു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നഗരവാതിൽക്കൽ. ക്വസ്റ്റ്യൻ നമ്പർ 37. ബേത്സൈദ കുളത്തിന് എത്ര മണ്ഡപങ്ങൾ ഉണ്ടായിരുന്നു? യോഹന്നാൻ 5 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 5. ക്വസ്റ്റ്യൻ നമ്പർ 38. ന്യായാധിപന്മാരുടെ ഡാഷ് നാട്ടിൽ ക്ഷാമമുണ്ടായി. അന്ന് യൂദായിലെ ഒരു ബെത്ലഹേംകാരൻ ഭാര്യയും പുത്രന്മാർ ഇരുവരുമൊത്ത് മോവാബ് ദേശത്ത് കുടിയേറി പാർത്തു. റൂത്ത് 1 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഭരണകാലത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 39. സമരിയക്കാരി യേശുവിനോട് അപേക്ഷിച്ചത് എന്തിനാണ്? യോഹന്നാൻ 4 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജീവജലം തരാൻ. ക്വസ്റ്റ്യൻ നമ്പർ 40. കിലിയോനിന്റെ സഹോദരൻ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മഹലോൻ. ക്വസ്റ്റ്യൻ നമ്പർ 41. യേശു പറഞ്ഞത് എന്റെ സമയം ഇനിയും ആയിട്ടില്ല, ഇതാരോട് പറഞ്ഞതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അമ്മയോട്. ക്വസ്റ്റ്യൻ നമ്പർ 42. ദൈവത്തെ അറിയാതിരുന്ന അന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ ഡാഷ് സേവിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ദൈവമല്ലാത്തവയെ. ക്വസ്റ്റ്യൻ നമ്പർ 43. യേശു ഗലീലയിൽ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരുന്നു. യഹൂദർ അവനെ വധിക്കാൻ അവസരം പാർത്തിരുന്നതിനാൽ എവിടെ സഞ്ചരിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യൂദയായിൽ. ക്വസ്റ്റ്യൻ നമ്പർ 44. ഫിലിപ്പോസ് 200 ദനാറിന്റെ അപ്പം മതി കയ്യിലില്ലെന്ന് പറഞ്ഞത് എപ്പോഴാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യേശു ചോദിച്ചപ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 45. തലമുറകൾ വരുന്നു പോകുന്നു, എന്താണ് നിലനിൽക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഭൂമി. ക്വസ്റ്റ്യൻ നമ്പർ 46. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തന്റെ പുത്രന്റെ ആത്മാവിനെ ഡാഷ് നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. ഗലാത്യ 4 നിന്ന് പൂരിപ്പിക്കുക.
ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ദൈവം. ക്വസ്റ്റ്യൻ നമ്പർ 47. എപ്പോൾ ദൈവകോപം മനുഷ്യനിൽ നിലനിൽക്കും? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അവൻ പുത്രനെ അനുസരിക്കാതിരിക്കുമ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 48. എന്തുകൊണ്ടാണ് യേശുവിന് വിധിക്കാനുള്ള അധികാരം നൽകപ്പെട്ടത്? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മനുഷ്യപുത്രനായതുകൊണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 49. മരുഭൂമിയിൽ പിതാക്കന്മാർ ഭക്ഷിച്ച വസ്തു എന്ത്? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മന്ന. ക്വസ്റ്റ്യൻ നമ്പർ 50. ഏത് വചനത്തിലാണ് യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നതായി പറയുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യോഹന്നാൻ 1-ാം അധ്യായം 9-ാം വാക്യം. ക്വസ്റ്റ്യൻ നമ്പർ 51. നവോമിയുടെ ഭർത്തൃ കുടുംബത്തിൽ ബോവാസ് എന്നു പേരായ ഒരാളുണ്ടായിരുന്നു. റൂത്ത് 2-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ധനികൻ. ക്വസ്റ്റ്യൻ നമ്പർ 52. യേശു പരിചാരകരോട് എന്താണ് 2-ാം തവണ പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടുപോകുവിൻ. ക്വസ്റ്റ്യൻ നമ്പർ 53. കർത്താവ് തന്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് കേട്ട് മരുമക്കളോടുകൂടെ മോവാബിൽ നിന്ന് തിരികെ പോകാൻ ഒരുങ്ങിയത് ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, നവോമി. ക്വസ്റ്റ്യൻ നമ്പർ 54. വലിയ ജനക്കൂട്ടം യേശുവിനെ എങ്ങനെ അനുഗമിച്ചു? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അവൻ രോഗികളിൽ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ടുകൊണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 55. കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു എന്നത് യേശു പറഞ്ഞത് ഏത് ആത്മീയ സത്യത്തെക്കുറിച്ചാണ്? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ആത്മാവിന്റെ പ്രവർത്തനം. ക്വസ്റ്റ്യൻ നമ്പർ 56. റബ്ബി എന്നത് എന്തർത്ഥമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഗുരു. ക്വസ്റ്റ്യൻ നമ്പർ 57. ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് എത്ര ദിവസമായെന്നാണ് യേശു അവിടെ എത്തിയപ്പോൾ അറിഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 4. ക്വസ്റ്റ്യൻ നമ്പർ 58. ആരുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനെഹാസും ആയിരുന്നു അവിടെ കർത്താവിന്റെ പുരോഹിതന്മാർ? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഏലിയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 59. യഹൂദർ യേശുവിനെ ദ്വേഷിച്ചത് എന്തുകൊണ്ടാണ്? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സാപത്തിൽ പ്രവർത്തിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 60. ഇന്ന് സാപത്താകയാൽ കിടക്ക ചുമക്കുന്നത് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞത് ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യഹൂദർ. ക്വസ്റ്റ്യൻ നമ്പർ 61. യേശു കടലിന്റെ മറുകരയിലേക്ക് പോയത് ഏത് കടലാണ്? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഗലീലി കടൽ. ക്വസ്റ്റ്യൻ നമ്പർ 62. യേശുവിന്റെ സഹോദരന്മാർ അവനിൽ വിശ്വസിച്ചിരുന്നോ? യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക.
ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വിശ്വസിച്ചില്ല. ക്വസ്റ്റ്യൻ നമ്പർ 63. പൗലോസ്ലീഹ ഗലാത്യയിലെ സഭയ്ക്ക് ആശംസിക്കുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കൃപയും സമാധാനവും. ക്വസ്റ്റ്യൻ നമ്പർ 64. തിന്നു കുടിച്ച് സ്വന്തം പ്രയത്നത്തിൽ ആനന്ദിക്കുന്നതിനേക്കാൾ മനുഷ്യന് വേറൊന്നുമില്ല എന്ന് ആരിൽ നിന്നാണ് ഞാൻ ഗ്രഹിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ദൈവകരങ്ങളിൽ. ക്വസ്റ്റ്യൻ നമ്പർ 65. സഭാപ്രസംഗകൻ എന്ന പദം ഏതർത്ഥം സൂചിപ്പിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഉപദേശകൻ. ക്വസ്റ്റ്യൻ നമ്പർ 66. യേശു ആരുടെ നാമത്തിൽ വന്നു? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പിതാവിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 67. എല്ലാ അധ്വാനവും എല്ലാ വൈദഗ്ധ്യവും മനുഷ്യന്റെ എന്തിന്റെ ഫലമായിട്ടാണ് ഗ്രഹിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പരസ്പര സ്പർദ്ധതയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 68. എന്ത് നിമിത്തം അവളുടെ സപത്നി അവളെ വേദനിപ്പിച്ചിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, വന്ധ്യത. ക്വസ്റ്റ്യൻ നമ്പർ 69. യേശു ശിഷ്യരോട് പറഞ്ഞു, മിച്ചമുള്ള കഷ്ണങ്ങളെല്ലാം ശേഖരിക്കുവിൻ. ശിഷ്യർ എത്ര കുട്ടകൾ ശേഖരിച്ചു? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 12. ക്വസ്റ്റ്യൻ നമ്പർ 70. കർത്താവിന്റെ എന്ത് അവിടെ ഏറെക്കാലം 20 വർഷത്തോളം ഇരുന്നു? 1 സാമുവേൽ 7-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പേടകം. ക്വസ്റ്റ്യൻ നമ്പർ 71. നവോമി റൂത്തിനോട് പറഞ്ഞു, ആരെ സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുക എന്റെ കടമയല്ലേ? റൂത്ത് 3-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മകളെ. ക്വസ്റ്റ്യൻ നമ്പർ 72. എന്തിൽ നിന്നാണ് ആത്മാവ് ജനിക്കുന്നതെന്ന് യേശു പറഞ്ഞു? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ആത്മാവ്. ക്വസ്റ്റ്യൻ നമ്പർ 73. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. യോഹന്നാൻ 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്ന അവനെ സൂചിപ്പിക്കുന്നത് ആരെ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വചനം. ക്വസ്റ്റ്യൻ നമ്പർ 74. യോഹന്നാൻ 1-ാം അധ്യായം 1-ാം വാക്യത്തിന്റെ പ്രധാന സന്ദേശം എന്താണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ദൈവവചനം ശാശ്വതവും ദൈവികവുമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 75. ഫരിസേയർ യേശുവിനെ പിടിപ്പിക്കാൻ ആരെ അയച്ചു? യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, സേവകരെ. ക്വസ്റ്റ്യൻ നമ്പർ 76. ഇപ്പോൾ യേശു ശിഷ്യന്മാരോട് കൂടെ യൂദയാദേശത്തിലേക്ക് പോയി. യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഈ സംഭവങ്ങൾ കഴിഞ്ഞതിന് ശേഷം. ക്വസ്റ്റ്യൻ നമ്പർ 77. സൂര്യന് കീഴെ മനുഷ്യർക്ക് ദുർവഹമായൊരു എന്ത് ഞാൻ കണ്ടിരിക്കുന്നു? സഭാപ്രസംഗകൻ 6-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, തിന്മ.
ക്വസ്റ്റ്യൻ നമ്പർ 78. യേശു മലമുകളിലേക്ക് വീണ്ടും പോയത് എപ്പോഴാണ്? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജനങ്ങൾ അവനെ രാജാവാക്കാൻ ശ്രമിച്ചപ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 79. അവർ മിസ്പായിൽ ഒരുമിച്ച് കൂടി വെള്ളം കോരി കർത്താവിന്റെ സന്നിധിയിൽ ഡാഷ് ആ ദിവസം മുഴുവൻ അവർ ഉപവസിച്ചു. 1 സാമുവേൽ 7-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പകർന്നു. ക്വസ്റ്റ്യൻ നമ്പർ 80. എൽക്കാനയ്ക്ക് ഡാഷ് ഭാര്യമാരുണ്ടായിരുന്നു, ഹന്നായും പെനീനായും. പെനീനായ്ക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നായ്ക്കാകട്ടെ മക്കളില്ലായിരുന്നു. 1 സാമുവേൽ 1-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 2. ക്വസ്റ്റ്യൻ നമ്പർ 81. അഹന്തയുടെ മേലിൽ സംസാരിക്കരുത്, നിന്റെ എവിടെ നിന്ന് ഗർവ് പുറപ്പെടാതിരിക്കട്ടെ. 1 സാമുവേൽ 2-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നാവിൽ. ക്വസ്റ്റ്യൻ നമ്പർ 82. ജനങ്ങൾ വള്ളങ്ങളിൽ കയറിയത് എവിടെ നിന്നാണ് വന്നത്? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, തിബേരിയാസ്. ക്വസ്റ്റ്യൻ നമ്പർ 83. ജ്ഞാനത്തെയും അറിവിനെയും ഉന്മത്തത്തെയും ഡാഷ് വിവേചിച്ചറിയാൻ ഞാൻ ഉദ്യമിച്ചു, ഇതും പാഴ്വേലയാണെന്ന് ഞാൻ കണ്ടു. സഭാപ്രസംഗൻ 1-ാം അധ്യായത്തിൽ നിന്ന് വിട്ടുപോയ ഭാഗം ചേർക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഫോഷത്വത്തെയും. ക്വസ്റ്റ്യൻ നമ്പർ 84. നഗരവാസികളുടെ നിലവിളി എങ്ങോട്ടുയർന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ആകാശത്തിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 85. ഞാൻ ദൈവത്തിന്റെ സഭയെ കഠിനമായി പീഡിപ്പിക്കുകയും അതിനെ ഉന്മൂലനം ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്തിരുന്നു. ആരെക്കുറിച്ചാണ് ഈ വാക്യത്തിൽ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പൗലോസ്. ക്വസ്റ്റ്യൻ നമ്പർ 86. യേശു പറഞ്ഞു, എനിക്കുള്ളത് എന്താണെന്ന്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നിങ്ങൾ അറിയാത്ത ഭക്ഷണം. ക്വസ്റ്റ്യൻ നമ്പർ 87. സ്ത്രീയെ, എന്നെ വിശ്വസിക്കുക. ഈ വാക്കുകൾ ആരാണ് പറഞ്ഞത്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സമരിയാക്കാരി. ക്വസ്റ്റ്യൻ നമ്പർ 88. ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല എന്ന് യേശുവിനെ കുറിച്ച് പറഞ്ഞതാര്? യോഹന്നാൻ 9-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഫരിസേയരിൽ ചിലർ. ക്വസ്റ്റ്യൻ നമ്പർ 89. എലിമലക്കിൻ്റെതും മലോൻ, കിലിയോൻ എന്നിവരുടേതുമായ എല്ലാം നവോമിയിൽ നിന്ന് ഇന്ന് ഞാൻ വാങ്ങി എന്നതിന് നിങ്ങൾ സാക്ഷിയാണ് എന്ന് ബോവാസ് പറഞ്ഞത് ആരോടൊക്കെ? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ശ്രേഷ്ഠന്മാരോടും മറ്റുള്ളവരോടും. ക്വസ്റ്റ്യൻ നമ്പർ 90. ദൈവത്തിന്റെ പ്രവൃത്തികൾ ശാശ്വതമാണ്, അത് കൂട്ടാനോ കുറയ്ക്കാനോ സാധ്യമല്ല. ഇപ്രകാരം ദൈവം ചെയ്തത് എന്തിനാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മനുഷ്യൻ തന്നെ ഭയപ്പെടുന്നതിന് വേണ്ടി. ക്വസ്റ്റ്യൻ നമ്പർ 91. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവാണ്. ഇവിടെ എത്ര വ്യത്യസ്ത ജനനങ്ങളെ കുറിച്ച് പറയുന്നു? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 2. ക്വസ്റ്റ്യൻ നമ്പർ 92. അന്ധനെ വീണ്ടും വിളിച്ചത് എവിടെ? യോഹന്നാൻ 9-ാം അധ്യായത്തിൽ നിന്ന്
കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഫരിസേയരുടെ മുമ്പിൽ. ക്വസ്റ്റ്യൻ നമ്പർ 93. നവോമിയുടെ ഭർത്തൃ കുടുംബത്തിലെ ധനികൻ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ബോവാസ്. ക്വസ്റ്റ്യൻ നമ്പർ 94. ബാലന്റെ പക്കൽ ഉണ്ടായിരുന്ന അപ്പം ഏത് തരത്തിലായിരുന്നു? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ബാർലിയപ്പം. ക്വസ്റ്റ്യൻ നമ്പർ 95. യേശു രോഗിയോട് എന്ത് ചെയ്യാൻ പറഞ്ഞു? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 96. ഓരോ സംഗതിക്കും ഓരോ പ്രവൃത്തിക്കും ദൈവം സമയം നിശ്ചയിച്ചിരിക്കുന്നത് കൊണ്ട് അവിടുന്ന് ആരൊക്കെയാണ് ദൈവം വിധിക്കുമെന്നാണ് സഭാപ്രസംഗകൻ വിചാരിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, നീതിമാനെയും ദുഷ്ടനെയും. ക്വസ്റ്റ്യൻ നമ്പർ 97. പീലിപ്പോസ് പറഞ്ഞ അളവ് ഘടകം എന്താണ്? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ധനാർ. ക്വസ്റ്റ്യൻ നമ്പർ 98. പിറ്റേ ദിവസം അവൻ എവിടേക്ക് പോകാൻ ഒരുങ്ങി? വിശുദ്ധ യോഹന്നാൻ 1-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ഗലീലയിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 99. ഡാഷ് നിന്റെ ഭവനത്തിലേക്ക് വരുന്ന സ്ത്രീയെ ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്ത റാഹേൽ, ലേയ എന്നിവരെ പോലെ ആക്കട്ടെ. നീ എഫ്രാത്തായാൽ ഐശ്വര്യവാനും ബെത്ലഹേമിൽ പ്രസിദ്ധനുമാകട്ടെ. റൂത്ത് 4-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കർത്താവ്. ക്വസ്റ്റ്യൻ നമ്പർ 100. കർത്താവ് വീണ്ടും സാമുവലിനെ വിളിച്ചു. സാമുവൽ, അവൻ ഡാഷ് ഏലിയുടെ അടുക്കിലേക്ക് ചെന്ന് പറഞ്ഞു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, എഴുന്നേറ്റ്. നന്ദി. വചനവയലൊരുക്കുന്ന 2026 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം റൂത്ത് 1 മുതൽ 4 വരെയും സഭാപ്രസംഗകൻ 1 മുതൽ 6 വരെയും വിശുദ്ധ യോഹന്നാൻ 1 മുതൽ 12 വരെയും ഗലാത്യ 1 മുതൽ 6 വരെയും 1 സാമുവേൽ 1 മുതൽ 7 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്. വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങാം. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന 1,00,000-ൽ പരം ചോദ്യോത്തരങ്ങൾ. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനവയൽ ആപ്പ്.